മനോരമ ന്യൂസ് ചാനൽ നടത്തിയ പ്രീ പോൾ സർവേ അത് ഉപയോഗപ്പെടുത്തി ഇതാ UDF ജയിക്കാൻ പോകുന്നു, UDFന് വലിയ നേട്ടമുണ്ടാകാൻ പോകുന്നു, UDF തരംഗമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന രൂപത്തിലുള്ള വലിയ പ്രചാരണം UDFന്റെ സൈബർ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. അത് മെല്ലെ മെല്ലെ മറ്റുള്ളവരിലേക്കും എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഇതേക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്. പ്രീ പോൾ സർവേ മലയാള മനോരമയുടെ സർവേയിൽ പറയുന്നുണ്ട് UDF അധികാരത്തിൽ വരുമെന്ന്. ഈ ചോദ്യമാണ് ചോദിച്ചത്. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിയുണ്ട്. അത് നമുക്ക് ആദ്യം കേൾക്കാം. അത് ഏതെങ്കിലും ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ മുൻപ് LDF ജയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത്തരം സർവേയിൽ? കഴിഞ്ഞ സർവേയുടെ ഫലം എന്തായിരുന്നു? എത്രയായിരുന്നു അന്ന് UDFന് സീറ്റ് പറഞ്ഞത്? പിന്നെ കിട്ടിയ സീറ്റ് എത്രയാണ്? ആ സർവേയിൽ LDF എത്ര പുറകിലായിരുന്നു കഴിഞ്ഞതാണ്? കഴിഞ്ഞ 2021 ഞാൻ പറയുന്നത്. അപ്പൊ ഇതൊക്കെ സാധാരണ തെരഞ്ഞെടുപ്പിന് മുൻപ് കാണിക്കുന്ന ഒരു ഗിമ്മിക്കാണല്ലോ. അതല്ലല്ലോ നാടിന്റെ അനുഭവം. നാട് അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ LDFനെ എന്തിനാണ് 2021 തുടർഭരണം ഏൽപ്പിച്ചത്? ദീർഘകാലമായിട്ട് കേരളത്തിൽ നിലനിന്നു വരുന്ന ഒരു സമ്പ്രദായത്തെയല്ലേ മാറ്റിയത്? അത് ജനങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ. അപ്പൊ ആ തുടർഭരണം ഏതെങ്കിലും തരത്തിൽ ഒരു വിനയായിപ്പോയി എന്ന് ജനങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതേസമയം അഭിമാനത്തോടെയല്ലേ ഓരോ ഘട്ടവും ജനങ്ങൾ കടന്നു വന്നത്. ഞങ്ങളെടുത്ത തീരുമാനം ശരിയായി എന്നല്ലേ ജനങ്ങൾ കണ്ടത്. അതിന്റെ തുടർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകുക. ഞങ്ങൾക്ക് അത് സംബന്ധിച്ചൊരു ആശങ്കയില്ല. ഇനി നമുക്ക് സർവേയിലേക്ക് പോയാൽ വിചിത്രമായ കണക്ക് കാണാം. മനോരമ പറയുന്നത് LDFന് 57 മുതൽ 69 സീറ്റ് വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ്. 69 സീറ്റ് വരെ മാക്സിമം LDFന് ലഭിക്കാൻ പോകുന്നത് എന്നാണ്. 69 എന്ന് വെച്ചാൽ ഭൂരിപക്ഷമില്ല. ആ സ്ഥിതിയിലാകും LDF എന്നാണ് മനോരമ സർവേയിൽ പറയുന്നത്. അതേസമയം UDFന് വലിയ മാർജിനും പ്രവചിക്കുന്നുണ്ട്. 69 സീറ്റ് മുതൽ 81 സീറ്റ് വരെ ലഭിക്കും എന്ന് വെച്ചാൽ UDF ജയിക്കും. LDFന് ജയിക്കേണ്ട സീറ്റ് പരമാവധി ലഭിക്കില്ല, 69 ലഭിക്കൂ. UDFന് 81 സീറ്റ് ലഭിക്കും. ഇതാണ് അവരുടെ കണക്ക്. എന്നാൽ എല്ലാ ജില്ലയിലെയും കണക്കുകളൊന്ന് കൂട്ടി നോക്കുമ്പോൾ ഇതല്ല കണക്ക്. അതാണ് പുറത്തുവിട്ട കാർഡ്, എൻഡ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അവസാന റിസൾട്ട് എന്ന പേരിൽ പുറത്തുവിട്ട കാർഡും ഓരോ ജില്ലയിലും എത്ര സീറ്റ് പരമാവധി LDFന് ലഭിക്കും എന്ന കണക്കും ഒന്ന് കൂട്ടി നോക്കിയപ്പോഴാണ് ഈ തട്ടിപ്പ് മനസ്സിലാകുന്നത്. സർവേയിലെ തട്ടിപ്പ് അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ LDFന് പരമാവധി ലഭിക്കാൻ പോകുന്നത് 77 സീറ്റാണ്. 77 സീറ്റ്. ഭൂരിപക്ഷത്തിന് വേണ്ടത് 71 സീറ്റ് മാത്രമാണ്. LDFന് പരമാവധി ലഭിക്കാൻ പോകുന്നത് 77 സീറ്റാണ്. മനോരമയുടെ കണക്കാണ്. ജില്ല തിരിച്ചുള്ള കണക്കുണ്ട്. കാസർഗോഡ് 2 മുതൽ 4 സീറ്റ് വരെ, കണ്ണൂരിൽ 6 മുതൽ 8 സീറ്റ് വരെ, കോഴിക്കോട് 6 മുതൽ 8 സീറ്റ് വരെ, വയനാട് 0 മുതൽ 1 സീറ്റ് വരെ, മലപ്പുറത്ത് 2 സീറ്റ് വരെ, പാലക്കാട് 10, തൃശൂർ 11, എറണാകുളം 2 സീറ്റ് വരെ, കോട്ടയം 2 സീറ്റ്, ഇടുക്കി 2 സീറ്റ്, ആലപ്പുഴ 8 സീറ്റ്, പത്തനംതിട്ട 2 സീറ്റ്, കൊല്ലം 7, തിരുവനന്തപുരം 10, ആകെ 77 സീറ്റ്. പക്ഷെ മനോരമയുടെ റിസൾട്ട് കാർഡിൽ കൊടുത്തിരിക്കുന്നത് 69 സീറ്റ് വരെ എന്നാണ്. എന്ന് വെച്ചാൽ കള്ളക്കളി നടത്തി എന്നർത്ഥം. UDFന് വേണ്ടി നടത്തിയ സർവേ സൂക്ഷ്മമായി ഓരോന്നിൻ്റെയും കണക്കുകൾ കൂട്ടി നോക്കില്ല എന്ന് മനോരമ വിചാരിച്ചിട്ടുണ്ടാകും. അതല്ലെങ്കിൽ UDFന് വേണ്ടി ഒരു റിസൾട്ട് കാർഡ് ഉണ്ടാക്കാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാകും. അതനുസരിച്ചാണ് ഈ കാർഡ് രൂപകൽപ്പന ചെയ്യുകയും അത് വലിയ പ്രചാരണത്തിന് വേണ്ടി UDF കേന്ദ്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ സർവേ ഒരു വലിയ തട്ടിപ്പ് കണക്ക് കൊണ്ടുള്ള ഒരു കളി മാത്രമായി മാറിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും UDFനെ ജയിപ്പിക്കണം, അതിനു വേണ്ടി തലകുത്തി മറിയുകയാണ് ഇപ്പോൾ മനോരമ ചെയ്യുന്നത് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഏതെങ്കിലും കാലത്ത് LDF ജയിക്കുമെന്ന് മനോരമ പറഞ്ഞിട്ടുണ്ടോ എന്ന്.